ചേട്ടാ, ഇക്കഴിഞ്ഞ ദിവസം ഒരു 10 വയസ്സുകാരെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ സംസാരിക്കാൻ വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വളരെയധികം ലാഘവത്തോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിരിച്ചു കളിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് കാണാനാകുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ച് വിജയ് സർക്കാരിനെതിരെ. എന്താണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ? പുതിയൊരു ഭരണമാറ്റം തമിഴ്നാട്ടിൽ സംഭവിച്ചത് ഇന്ത്യയൊട്ടാകെ തമിഴ്നാടിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതിഗുരുതരമായൊരു കുറ്റകൃത്യം സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിജയ് എന്ന് പറയുന്ന ഒരു നവാഗതനായ രാഷ്ട്രീയക്കാരൻ, സിനിമയിൽ പരിചിതനായ നവാഗതനായ രാഷ്ട്രീയക്കാരൻ തമിഴ്നാടെന്ന് പറയുന്ന വലിയൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത് ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി, അതോടൊപ്പം തന്നെ അവിടെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസുകൾ പെരുകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജനം വെറുത്ത് DMK എന്ന് പറയുന്ന അവിടെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയെ താഴെ ഇറക്കി TVK എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടിയെ അവരെ നയിക്കാൻ വേണ്ടി നിയോഗിച്ചത്. അങ്ങനെ വിജയ് മുഖ്യമന്ത്രിയായി വലിയ രാഷ്ട്രീയ മത്സരങ്ങൾക്കിടെ വിജയ് മുഖ്യമന്ത്രിയാകുന്നു, ഭൂരിപക്ഷം തെളിയിച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ക്രൈമാണ് ഈ കോയമ്പത്തൂർ കണ്ണമ്പാളയം, കോയമ്പത്തൂർ സുലൂർ കണ്ണമ്പാളയത്തിനടുത്ത് ഒരു 5ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ അയൽവാസികളായ 2 പേർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം. ഇത് ഇക്കഴിഞ്ഞ 21-ാം തീയതി വ്യാഴാഴ്ചയാണ്. കണ്ണമ്പാളയത്തിനടുത്തുള്ള അവിടെ തന്നെ താമസിക്കുന്ന ഒരു പെൺകുട്ടി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനിടെ അയൽവാസികളായ കാർത്തിക് മോഹൻരാജ്, ഇരുവരും നാഗപട്ടണം സ്വദേശികളാണ്, ദീർഘകാലമായി സുലൂരിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവർ ഒരു മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ഒരു അടുത്തുള്ള തെങ്ങിൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഈ കുട്ടി കരയുന്നു, തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. അതിക്രൂരമായ ലൈംഗികാതിക്രമം ഏറ്റുവാങ്ങിയാണ് ആ പിഞ്ചു കുഞ്ഞ് മരണമടഞ്ഞത്. ഇത് 21-ാം തീയതി നടക്കുന്ന സംഭവമാണ്. 22-ാം തീയതി, അതായത് ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനകം തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ ഏറിയതിനു ശേഷം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പ്രഥമ പരിഗണന കൊടുത്ത് അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം സംസ്ഥാനത്തെ പോലീസിന് മുഖ്യമന്ത്രി തന്നെ കൈമാറിയിട്ടുണ്ട്. അതുപ്രകാരം കുറ്റമറ്റ അന്വേഷണമാണ് ആ കാര്യത്തിൽ നടന്നത്. 24 മണിക്കൂറിനുള്ളിൽ 200ഓളം CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഈ കാർത്തിക് മോഹൻരാജ് എന്നീ 2 പ്രതികളിലേക്ക് കൃത്യമായിട്ട് പോലീസ് എത്തി. ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം പിന്നീട് പ്രതികളിലേക്ക് എത്തുന്നു, പ്രതികളെ പിടിക്കുന്നു. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു പ്രതികരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. RV രമ്യ ഭാരതി ഈ വെസ്റ്റ് സോൺ IG ആണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ SP ഉണ്ട് പവൻകുമാർ റെഡ്ഡി. അതോടൊപ്പം തന്നെ മറ്റൊരു IG റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടിയുണ്ട്. ഇവർ 3 പേരും കൂടി ഒരു മാധ്യമ ബ്രീഫ് നടത്തുന്നതിനിടെ ഇവർ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വെച്ച് ഇത്തരത്തിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് രാജ്യവ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വൈറലാകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത്ര കോളിളക്കമുണ്ടാക്കിയ അതിക്രൂരമായ ഒരു പെൺകുഞ്ഞിന് ഇത്ര ദാരുണമായ ഒരു അതിക്രമം ഏറ്റുവാങ്ങിയ ഒരു സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ യാതൊരു ഗൗരവവുമില്ലാതെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു കളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് വലിയ രീതിയിൽ എക്സിലടക്കം രാജ്യവ്യാപകമായി, അതായത് ഇന്ത്യ മുഴുവൻ ഇട്ടുനോക്കുന്നത് വിജയ് എന്ന പുതിയ മുഖ്യമന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാനത്ത് ഇത്ര സില്ലിയായിട്ട് ഇങ്ങനെയൊരു ക്രൈമിനെ പോലീസുകാർ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിനു മുൻപാണ് ഈ തമിഴ്നാട് വ്യവസായ മന്ത്രി S കീർത്തന വിജയുടെ ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് താരതമ്യേന നവാഗതയായിട്ടുള്ള S കീർത്തന എന്ന് പറയുന്ന ഒരു 28 വയസ്സുകാരി, ഇവർ മത്സരിച്ച് ജയിച്ച ശിവകാശിയിൽ നിന്നാണ്. അപ്പോൾ ഇവരോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ഭരണപരമായ കാര്യങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ കാര്യങ്ങൾ ചോദിക്കൂ, അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു മന്ത്രി. അങ്ങനെ ഒരു മന്ത്രിയുടെ ദൃശ്യങ്ങൾ, ആ ഒരു ദൃശ്യങ്ങളും കൂടി വൈറലായതോടെ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനായിട്ട് വിജയ് സർക്കാർ എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാട് പറഞ്ഞ്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ എന്ന വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ വിജയ് സർക്കാർ സ്ത്രീകളോട് നടക്കുന്ന അതിക്രമങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മന്ത്രിമാരെയും പോലീസുകാരെയും ഒക്കെയാണ് തൻ്റെ സംസ്ഥാനത്ത് വെച്ച് പൊറുപ്പിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം മൊത്തത്തിൽ വിജയ്ക്കെതിരെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിജയ് തന്നെ ഈ ഒരു കേസിൽ ഈ കാർത്തിക്കിനെ പിടികൂടുന്നു. ഇതൊരു എൻകൗണ്ടർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പ്രതികൾക്ക് എൻകൗണ്ടർ കൊടുക്കണമെന്ന് നമ്മുടെ ഇന്ത്യയിൽ എന്നോ ഈ കേസുകൾ ഉണ്ടായ അന്നോട്ട് കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച്
ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് 2017 മുതൽ 2025 വരെ ഏകദേശം 15,000-ഓളം എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ 267 ക്രിമിനലുകളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സംഭവം ഉത്തർപ്രദേശ് നടപ്പിലാക്കുന്ന പോലെ അതിഗുരുതരമായ, നമുക്കൊന്നും സമൂഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിട്ട് ഇത്തരത്തിൽ വിചാരണയോ കോടതി നിയമ നടപടികളിലോ ഒന്നും വിട്ടുകൊടുക്കാതെ എൻകൗണ്ടർ എങ്കിൽ എൻകൗണ്ടർ ആ ഒരു രീതി തന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുവരണമെന്ന് നിരവധി തവണ ഈ എക്സിലും അതുപോലെ തന്നെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ പ്രചാരണമുണ്ടായി. പക്ഷേ ഈ കാർത്തികിനെ, ഇതിലെ പ്രതിയായിട്ടുള്ള കാർത്തിക് മോഹൻരാജ് ഇരുവരെയും പിടികൂടുന്നതിനിടെ കാർത്തിക്കിനെ ഈ പോലീസ് ഇവരുടെ രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ട്രേസ് ചെയ്ത് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇവരെ പിടികൂടുന്നതിനിടെ ഇയാൾ ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് കയറുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ. ഒരുപക്ഷെ പോലീസിൻ്റെ പ്രയോഗങ്ങളായിരിക്കാം, ശിക്ഷാ നടപടികളായിരിക്കാം, പിടിക്കുന്ന ഒരു കുഞ്ഞിനോട് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ച ഒരു പ്രതിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപക്ഷെ ഇയാൾക്ക് പരിക്ക് പറ്റിയതായിരിക്കും. എന്തായാലും ഈ വിജയ് ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിനു ശേഷം പ്രധാനമായിട്ടും 3 ഫയലുകളാണ് വിജയ് ആദ്യം ഒപ്പിട്ടത്. അതിലൊന്ന് സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല, ആ സംസ്ഥാനത്ത് വെച്ച് ഉറപ്പിക്കില്ല എന്ന ആദ്യത്തെ ഒരു പ്രഖ്യാപനം. അതിന് പിന്നാലെ സംസ്ഥാനത്ത് ക്രമസമാധാന നില പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ വർദ്ധിച്ചു വരുന്ന NDPC കേസുകൾ, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ, ഈ 3 കാര്യങ്ങൾക്കാണ് വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ ആണ് ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നതാണ്. അവിടെ ഇത്തരത്തിൽ വിജയ് സർക്കാരിനെതിരെ BJPയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുപോലെ വിജയ് DMK 2.0 ആണെന്നൊക്കെയാണ് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ. അതിനിടെ ഈ 2026 മാർച്ചിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്ത് വിലാത്തിക്കുളത്ത് ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥിനി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിരുന്നു. ഈ കൊലപാതക കേസിൽ വിജയ് സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടെ 3 മാസം കൊണ്ട് 2026 മാർച്ചിൽ നടന്ന ആ കുറ്റകൃത്യത്തിൽ അതിലെ പ്രതിയായിട്ടുള്ള ധർമ്മ മുനീശ്വരൻ 38 വയസ്സുകാരനാണ്. ഇയാൾക്ക് ഈ വിചാരണ പൂർത്തിയാക്കുന്നു. തൂത്തുക്കുടി പോക്സോ സ്പെഷ്യൽ കോടതി ഇരട്ട വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കർശനമായിട്ട് ആ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ശിക്ഷ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ശിക്ഷ ലഭിക്കും എന്ന് തന്നെ കരുതാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ വിജയ് മുന്നോട്ട് വെച്ച ആ വാഗ്ദാനങ്ങളുടെ ലംഘനമാകും. അതുപോലെ തന്നെ മറ്റ് ആരോപണങ്ങളെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈ ഇലക്ഷൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ TVK ഏറ്റവും അധികം വിമർശിച്ച ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്, K. അരുൺ IPS. അദ്ദേഹം TVKയ്ക്ക് എതിരായിട്ട് ഇലക്ഷനിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പലതരത്തിൽ ആരോപണങ്ങൾ ഉയർന്ന ഒരാളെ സംസ്ഥാന വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് എത്തിക്കാനുള്ളൊരു തീരുമാനം വിജയ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് തമിഴ്നാട്ടിൽ ഉയരുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വിജയ് DMK 2.0, അതായത് DMKയെ സഹായിച്ച, ഇലക്ഷനിൽ DMKയെ സഹായിച്ചു എന്ന ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ തമിഴ്നാട് സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് വിജയുടെ അല്ലെങ്കിൽ വിജയ് ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റാണ് എന്ന രീതിയിലൊക്കെ പ്രചാരണമുണ്ട്. അതിനെതിരെ ഇപ്പോൾ TVK ഹാൻഡിലുകളിലൊക്കെ പറയുന്നത്, പോക്കിരി സിനിമയിൽ വിജയ് നാസറിൻ്റെ മരണശേഷം അടുത്ത് നിൽക്കുന്ന പോലീസുകാരനോട് പറയുന്നുണ്ട്, ഒരു ദിവസമെങ്കിലും ഈ യൂണിഫോം ഇട്ട് നന്മ ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു സീനടക്കമെടുത്താണ് തമിഴ്നാട്ടിൽ വിജയുടെ ഗവൺമെൻറ്റിനെതിരെ പറയുന്ന വാദങ്ങളെയൊക്കെ TVK അനുകൂലികൾ അടിച്ചമർത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. തമിഴ്നാട്ടിലും എൻകൗണ്ടർ ഇല്ല എന്നല്ല, 2019 മുതൽ 2025 വരെ ഏകദേശം 10ഓളം എൻകൗണ്ടറുകൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ 14 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് തമിഴ്നാട്ടിൽ 2024 ഒരു കുപ്രസിദ്ധനായ ഗുണ്ട, തമിഴ്നാട് ചെന്നൈ സബർബൻ ഏരിയയിലാണ് ഈ ഏറിയ പങ്കും ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ തമിഴ്നാട്ടിലും പുതുമയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ തമിഴ്നാട് പോലീസും എൻകൗണ്ടറിലേക്കൊക്കെ പോയാൽ അതിശയപ്പെടാനുള്ള ഒരു യോഗി മോഡലിലേക്ക് തമിഴ്നാട് മാറുമോ? അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചക്രം ചലിപ്പിക്കുന്ന വിജയ് അത്തരത്തിലൊരു ഭരണാധികാരിയായി താൻ പങ്കുവെച്ച വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്ന ഒരു മുതുമൽ മുഖ്യമന്ത്രിയായിട്ട് മാറുമോ എന്നൊക്കെ കാത്തിരിക്കും.